രാഷ്ട്രീയ പ്രേരിതമാണോ എന്നുള്ളതാണ്. 3 നേതാക്കളുടെ പ്രതികരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിലൊന്ന് അരവിന്ദ് കെജ്രിവാൾ. അരവിന്ദ് കെജ്രിവാൾ നടത്തിയ പ്രതികരണം ഇങ്ങനെയാണ്: ED റെയ്ഡ് കേന്ദ്ര ഏജൻസികളെ BJP ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ തെളിവാണെന്നും ഇത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്ന നടപടിയാണെന്നും അരവിന്ദ് കെജ്രിവാൾ. BJP കോൺഗ്രസ് ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ് ഇത് എന്നാണ് എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ. സമാനമായ സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത് സ്റ്റാലിൻ കൂടിയാണ്, തമിഴ്നാട്ടിൽ നിന്ന്. കോൺഗ്രസിന് സന്തോഷമായോ എന്നുള്ളതാണ് ചോദ്യം. രാഹുൽ ഗാന്ധിക്ക് സന്തോഷമായോ എന്നുള്ളതാണ് എൻ്റെയും ചോദ്യം. എന്താ രാഹുൽ ഗാന്ധി ഉയർത്തിയ രാഷ്ട്രീയ ചോദ്യം? എന്തുകൊണ്ട് പിണറായി വിജയനെ വേട്ടയാടുന്നില്ല കേന്ദ്ര ഏജൻസികൾ എന്നുള്ളതാണ്. 2021 പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. കേന്ദ്ര ഏജൻസികൾ ഇത്രയും അധികം ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ വേട്ടയാടിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. കേരളത്തിൽ വരാൻ പറ്റുന്ന എല്ലാ ഏജൻസികളും കേരളത്തിൽ, അത് ഇൻകം ടാക്സ് മുതൽ കസ്റ്റംസ് മുതൽ NIA മുതൽ ED മുതൽ എല്ലാ ഏജൻസികളും വന്ന പഠിച്ച പണി 18 നോക്കിയിട്ടും നയതന്ത്ര കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് ബന്ധിപ്പിക്കാനുള്ള ഒരു തലമുടിയുടെ തെളിവ് പോലും കണ്ടെത്താൻ സാധിച്ചില്ല. അമ്പെ പരാജയപ്പെട്ടു പോയതാണ്, മടങ്ങിയതാണവർ. വീണ്ടും ഒരു വരവ് കൂടി വരുന്നു. ഈ മുതിർന്ന നേതാക്കൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തേജസ്വി യാദവിൻ്റെ പ്രതികരണവും വന്നിരിക്കുന്നു. ഇത് CPMൻ്റെ മാത്രം ആക്ഷേപമല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിശ്വസിച്ച് BJPക്ക് എതിരെയുള്ള ഇന്ത്യ മുന്നണി എന്ന അലയൻസ് രൂപീകരിച്ച് കേന്ദ്രത്തിൽ രാഷ്ട്രീയ പോരാട്ടം നടത്തിയ എല്ലാ സഖ്യകക്ഷികളും വന്നിറങ്ങി കോൺഗ്രസിനോട് ചോദിക്കുന്ന ചോദ്യം: സന്തോഷമായോ? രാഹുൽ ഗാന്ധിക്ക് സന്തോഷമായോ? പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് ED വന്ന് കയറിയപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായോ? ഇത് BJP കോൺഗ്രസ് ബന്ധത്തിൻ്റെ തെളിവാണോ? ഇതാണോ കോൺഗ്രസിൽ നിന്ന് നമ്മൾ വിശ്വസിക്കേണ്ടത്, കോൺഗ്രസിനെ പ്രതീക്ഷിക്കേണ്ടത്? ഇനി ആരാണ് BJPക്കെതിരെ കോൺഗ്രസിനോടൊപ്പം കൈകോർക്കാൻ ധൈര്യപ്പെടുക എന്നതാണ് ചോദ്യം. നോക്കൂ, ഇതേ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമെതിരെ ഒരു വ്യാജ ECAR ഉണ്ടാക്കി ഈ നാഷണൽ ഹെറാൾഡ് കേസിൽ ED ചോദ്യം ചെയ്തപ്പോൾ അതിനെതിരെ ഒരൊറ്റ സംശയത്തിൻ്റെ ഇട പോലും നൽകാതെ പ്രതികരിച്ച പാർട്ടിയുടെ പേരാണ് CPM. അന്ന് ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികളും ഒരുമിച്ച് തെരുവിലിറങ്ങി. എന്തിനാണ്? EDയുടെ ഈ കള്ളക്കേസിൽ ഈ രാഹുൽ ഗാന്ധിയും ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെയും അങ്ങനെ കൊടുക്കാൻ കഴിയില്ല എന്ന് പാർട്ടിക്ക് പറയാൻ ഒരു നിമിഷം പോലും ചിന്തിക്കേണ്ടി വന്നില്ല. എന്നാൽ ഇന്ന് പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കണ്ണൂരിൽ ഒരു പ്രകടനം നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ED പിണറായിയുടെ വീട്ടിൽ കയറിയപ്പോൾ EDയെക്കുറിച്ചുള്ള നിലപാട് ഇതാണോ കോൺഗ്രസിന്? എത്ര നിലപാടുകൾ നമുക്ക് എടുത്തു കാണിക്കാൻ കഴിയും. അതുകൊണ്ട് ഇത് രാഷ്ട്രീയ പ്രേരിതമായ റെയ്ഡാണ്. ഇതിന് പല രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. ഇത് രാഷ്ട്രീയ റെയ്ഡാണെന്ന് പറയുന്നുള്ള ആദ്യത്തെ കാരണം, ഒന്ന്, ഇതുവരെയുള്ള 2014 ശേഷം നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷമുള്ള ED കേസുകളുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അതിലുണ്ടായിരിക്കുന്ന വർധനവ് എത്രയാണെന്ന് നോക്കൂ. 2500% വർധനയാണ്. അതിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പൊളിറ്റിക്കൽ നേതാക്കൾ ഉൾപ്പെട്ട കേസുകളിൽ 125 കേസുകളിൽ 111 കേസുകളും പ്രതിപക്ഷത്തെ നേതാക്കളെ ലക്ഷ്യമിട്ടുള്ളവയാണ്. 193 പ്രതികളിൽ 2 പ്രതികളെ മാത്രമാണ് ശിക്ഷിച്ചത്. അത് ജാർഖണ്ഡിലെ 2 പ്രതികളെ. അതായത് കൺവിക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് 0.05% മാത്രമാണ് EDക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 5422 ECRകളിൽ ആകെ ശിക്ഷിച്ചത് 23 കേസുകൾ മാത്രമാണ്. ബാക്കി നിങ്ങളുടെ ശിക്ഷാ കാലാവധി നിശ്ചയിക്കുന്നത് ശിക്ഷയല്ല, പകരം അന്വേഷണമാണ്. അന്വേഷണം തന്നെ ശിക്ഷയായിട്ട് മാറുന്നു എന്നുള്ളതാണ്. പ്രോസിക്യൂഷൻ ഈസ് പണിഷ്മെൻറ്റ് എന്നതാണ്, പ്രൊസീജിയർ ഈസ് പണിഷ്മെൻറ്റ് എന്നതാണ് EDയുടെ ആപ്തവാക്യം. ഇന്ന് 12 ഇടങ്ങളിലേക്ക് വന്നു കയറിയ റെയ്ഡും അതേപോലെയുള്ള മറ്റൊരു പണിഷ്മെൻ്റ് ആയിരുന്നു. പക്ഷേ ഇവിടെ ഒരു കൗതുകകരമായ കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് വൈകി പൊട്ടിയ പടക്കമാണ്. ഇത് തിരഞ്ഞെടുപ്പിന് മുമ്പ് പൊട്ടിക്കാൻ വെച്ചിരുന്നതാണ്. നോക്കൂ, ഇന്നലെ ഹൈക്കോടതി വിധി വരുന്നു. ഹൈക്കോടതി വിധി വന്ന് 12 മണിക്കൂറിനുള്ളിൽ 12 ഇടങ്ങളെ തെരഞ്ഞെടുത്ത് റെയ്ഡ് നടക്കുകയാണ്. 12 ഇടങ്ങളെ തെരഞ്ഞെടുത്ത് റെയ്ഡ് നടക്കുകയാണ്. ആ റെയ്ഡ് നടക്കുമ്പോൾ അത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തതല്ലെന്ന് നമുക്ക് സംശയിക്കാതിരിക്കാൻ പറ്റുമോ? തിരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വീട്ടിൽ വീണ തൈക്കണ്ടിയെ തേടി ED വരുന്നു എന്നതായിരുന്നു അവരാഗ്രഹിച്ച ഹെഡ്ലൈൻ. പക്ഷേ ഹൈക്കോടതി അത് അനുവദിച്ചില്ല. കാലതാമസം വന്നു. ഹൈക്കോടതിയുടെ വിധി വരുന്നു. ED ഇരച്ചു കയറുന്നു. ഇനിയാണ് പ്രധാനപ്പെട്ട രണ്ടാമത്തെ പൊളിറ്റിക്കൽ ടെസ്റ്റ്. 3 പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ഇതുകൊണ്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് പോലും പിണറായി വിജയൻ മാറി നിൽക്കണമെന്ന് കീഴ്ഘടകങ്ങൾ വിമർശനമുയർത്തുന്ന സാഹചര്യത്തിൽ പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ തിരിച്ചുവരവും ഉയർപ്പും ഇപ്പോൾ കാണുന്നു. പിണറായി വിജയനെ സാങ്കേതികമായിട്ടാണെങ്കിൽ കൂടി ഇടതുപക്ഷത്ത് നിന്ന് വിമർശിച്ചവർ പോലും ഇന്ന് പിണറായി വിജയൻ്റെ ഫോട്ടോ ഇട്ട് സ്റ്റാറ്റസ് ഇടുന്നു എന്നതാണ് കാണാൻ കഴിയുന്നത്. അത് പിണറായി വിജയന് മാത്രമല്ല, ഈ പാർട്ടിയുടെ ഉയർപ്പ് കൂടിയാണ്.
പരാജയപ്പെട്ടത് ഇടത് സർക്കാർ മാത്രമാണ് കേട്ടോ. പരാജയപ്പെടാത്ത ഇടതുപക്ഷം എന്ന് പറയുന്നൊരു ജനതയും സമൂഹവും കേരളത്തിൽ ബാക്കിയുണ്ട് എന്നതിൻ്റെ സൂചനയായിരുന്നു ഇന്ന് കണ്ണൂരിലും തിരുവനന്തപുരത്തും ആർത്തിരിച്ചെത്തിയ ഇടതുപക്ഷത്തിലെ പ്രവർത്തകർ. ശരിയാണ്, ഒരു തരത്തിലുള്ള വയലൻസ് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യം കൂടി ആലോചിക്കണം. ഈ 5422 ECR ഇട്ട ED കേസുകളിൽ 4-1 പേരും 1 വർഷം വിവിധ ജയിലുകളിൽ അണ്ടർ ട്രയൽസായി കഴിയുന്ന മനുഷ്യരാണ്. അവരിൽ 99% ശിക്ഷിക്കപ്പെടാതെ പുറത്തു പോകുന്ന മനുഷ്യരാണ്. EDയുടെ കള്ളക്കേസിൽപ്പെട്ട് 4-1 ഈ കേസിൽപ്പെട്ടവരും ഈ അണ്ടർ ട്രയൽസായി വിചാരണ തടവുകാരായി ജയിലിൽ കഴിയുന്ന മനുഷ്യരാണ് എന്നത് ആലോചിക്കണം. അവിടെയാണ് കോടതി ചോദിച്ച ചോദ്യം, ആരാണ് EDയുടെ ECRന് എന്താണ് ഇത്ര വലിയ മഹത്വം, എന്താണ് രാജ്യത്തെ ഭരണഘടന EDക്ക് ബാധകമല്ലാത്തതെന്ന് ചോദിച്ചത് നമ്മുടെ സുപ്രീം കോടതിയാണ്. ഇനി രണ്ടാമത്തെ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് എന്താ? ഒരു ഭാഗത്ത് CPMൻ്റെ ഉയിർപ്പാണ് കാണുന്നതെങ്കിൽ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് പേരിലുള്ള ഈ ചോദ്യമുന നാളേക്ക് വരാൻ പോകുന്നത് കോൺഗ്രസിൻ്റെയും UDFിലെയും ചില നേതാക്കൾക്ക് നേരെയാണ് എന്നുള്ളത് UDFിന് വ്യക്തമായിട്ടറിയാം. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? ഞാൻ ഈ മുഴുവൻ കേസുകൾക്കും സമാനമായിട്ടുള്ള ഡോക്യുമെൻസുകളൊന്ന് പരിശോധിക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ED ഇട്ടിരിക്കുന്ന കേസാണ്. ED ഇട്ടിരിക്കുന്ന ESIR ആണ്. ED ഇട്ടിരിക്കുന്ന കേസ് എന്തിനെ ആസ്പദമാക്കിയുള്ളതാണ്? SFIO സമർപ്പിച്ചിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ടാണ്. SFIOയുടെ കണ്ടെത്തൽ വന്നിരിക്കുന്നത് എന്തിനെ ആധാരമാക്കിയാണ്? ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് കമ്മീഷൻ്റെ IT സെറ്റിൽമെൻറ്റിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് റിപ്പോർട്ടിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങളുണ്ട്. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പലതവണ നമ്മളിരുന്ന് ചർച്ച ചെയ്തതാണ്. എന്താണ് ഈ കേസിൻ്റെ മൊത്തം ആധാരം? ഇന്നിപ്പോൾ ED പുറത്തിറക്കിയിരിക്കുന്ന ബ്രീഫ് നോട്ടിൽ പറയുന്നത് 2.78 കോടി രൂപയുടെ കേസാണോ ED അന്വേഷിക്കുന്നത്? ED അന്വേഷിക്കുന്നത് 182 കോടി രൂപ കഴിഞ്ഞ 15 വർഷങ്ങളിലായി ഈ CMRൽ ഒരു വ്യാജ വരുമാനമായിട്ട് വ്യാജ ചെലവുകളായിട്ട് കാണിച്ച് തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. അതാണ് പരിശോധിക്കാൻ പോകുന്നത്. IT സെറ്റിൽമെൻറ്റ് ബോർഡിൽ കണ്ടെത്തിയത് എത്രയാ? 130 കോടി രൂപ വ്യാജ ചെലവുകൾ കാണിച്ചുകൊണ്ട്, ചെലവുകൾ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് ടാക്സ് വെട്ടിച്ചിരിക്കുന്നു എന്നുള്ളതായിരുന്നു ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് കണ്ടെത്തിയത്. അതിൽ തന്നെ 73 കോടി രൂപയാണ് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ളത്. 60 കോടി രൂപയുടെ നികുതി നിങ്ങൾ അടയ്ക്കണം എന്നുള്ളതായിരുന്നു സെറ്റിൽമെൻറ്റിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ നോക്കൂ, അതിൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇൻഫ്ലേറ്റഡ് ആയിട്ടിരിക്കുന്ന, പെരുപ്പിച്ച് കാണിച്ചിരിക്കുന്ന ചെലവുകൾ, വ്യാജമായ ചെലവുകൾ ഏതൊക്കെയായിരുന്നു? അങ്ങനെ വിശദമായിട്ട് പരിശോധിച്ച് വരുമ്പോഴാണ് CMRലെ അവിടുത്തെ ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അവിടുത്തെ CFOയും അവിടുത്തെ കാഷ്യറായിരിക്കുന്ന KM വാസുദേവൻ്റെയും മൊഴികൾ IT സെറ്റിൽമെൻറ്റ് റിപ്പോർട്ടിലുണ്ട്. IT സെറ്റിൽമെൻറ്റ് റിപ്പോർട്ടിൻ്റെ 13ാമത്തെ പേജിൽ പറയുന്നു, സച്ച് ക്യാഷ് റിസീവ്സ് ഹാവ് ബീൻ യൂട്ടിലൈസ്ഡ് ഫോർ മേക്കിംഗ് പേയ്മെൻറ്റ്സ്. 40.46 ലക്ഷം രൂപ വിവിധ വെൻഡേഴ്സ്, വിവിധ ഏജൻസികൾ CMRലിന് പണമായിട്ട് നൽകിയിട്ടുണ്ട്. ആ പണം പക്ഷേ വരുമാനമായിട്ട് കാണിച്ചിട്ടില്ല. ആ പണം എവിടെ പോയി എന്ന ചോദ്യത്തിന് സുരേഷിൻ്റെ മറുപടി, സച്ച് ക്യാഷ് റിസീവ്സ് ഹാവ് ബീൻ യൂട്ടിലൈസ്ഡ് ഫോർ മേക്കിംഗ് പേയ്മെൻറ്റ്സ് ടു പൊളിറ്റീഷ്യൻസ്, പോലീസ്, മീഡിയ ഹൗസസ് എക്സെട്ര. ടെമ്പിൾ അടക്കം, അതായത് ആരാധനാലയങ്ങളടക്കം, മാധ്യമ സ്ഥാപനങ്ങളടക്കം, രാഷ്ട്രീയ നേതാക്കൾക്കും പോലീസിനുമായിട്ട് പൈസ കൊടുത്തു എന്നുള്ളതാണ്. എന്തിനു വേണ്ടി? ഫോർ ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദ കമ്പനി. ഫോർ ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദ കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? രാഷ്ട്രീയ നേതാക്കൾക്ക് ക്യാഷായിട്ട് 20,000 രൂപയിലധികം ഒരാൾക്കും ട്രാൻസാക്ട് ചെയ്യാൻ പറ്റാത്ത നാട്ടിൽ 40 കോടി രൂപ വിവിധ രാഷ്ട്രീയ നേതാക്കൾക്കടക്കം ഇൻ ക്യാഷ് കൊടുത്തുവെന്ന് CMRലിൻ്റെ കാഷ്യറും CMRലിൻ്റെ CFOയും ഈ ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. അതിൽ പറഞ്ഞ നേതാക്കളുടെ പേരുവിവരങ്ങളെക്കുറിച്ച് കൃത്യമായി 68ാമത്തെ പേജിൽ കൃത്യമായി തന്നെ സൂചിപ്പിക്കുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന പേരുകളിൽ ഒന്ന് ഇപ്പോൾ സർക്കാരിനോടൊപ്പമുള്ള VD സതീശൻ സർക്കാരിനോടൊപ്പമുള്ള RC ആണ്, രമേശ് ചെന്നിത്തലയാണ്. രണ്ടാമത്തെ പേര് കുഞ്ഞാലിക്കുട്ടിയാണ്. മൂന്നാമത്തെ മറ്റൊരു പേര് OC ആണ്, ഉമ്മൻചാണ്ടിയാണ്. ഗോവിന്ദനാണ്. അതിനകത്ത് PV പിണറായി വിജയനാണ്. പിണറായി വിജയൻ അത് നിഷേധിച്ചു. ഞാൻ 1 രൂപ പോലും ഈ പറയുന്ന CMRൽ നിന്ന് ക്യാഷായി വാങ്ങിയിട്ടില്ല. പക്ഷേ ബാക്കി 2 പേർ മാത്രമേ നമ്മുടെ മുന്നിൽ ഈ നിമിഷം പോലും CMRൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ടെന്ന് സമ്മതിച്ചിട്ടുള്ളൂ. അതിലൊരു നേതാവിൻ്റെ പേര് രമേശ് ചെന്നിത്തല, ആഭ്യന്തരമന്ത്രി. രണ്ടാമത്തെ നേതാവ് കുഞ്ഞാലിക്കുട്ടി. മൂന്നാമത്തെ നേതാവ് അങ്ങനെ പ്രതികരിക്കാൻ നമ്മളോടൊപ്പമില്ല, ഇബ്രാഹിം കുഞ്ഞ്. മകൻ ഇപ്പോഴും VD സതീശൻ മന്ത്രിസഭയിലുണ്ട്, അബ്ദുൽ ഗഫൂർ. അപ്പോൾ 20,000 രൂപ മാത്രമേ ക്യാഷായി സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന ഇൻകം ടാക്സിൻ്റെ ചട്ടം ലംഘിച്ച് ക്യാഷായി നിങ്ങൾ എത്ര രൂപ വാങ്ങി? അത് 80GG പ്രകാരം, ഇൻകം ടാക്സ് ആക്ടിൻ്റെ 80GG സെക്ഷൻ പ്രകാരം നിങ്ങൾ ടാക്സ് ഇളവിന് അപ്ലൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇവിടെയാണ് പ്രശ്നം. ഈ പണം IT സെറ്റിൽമെൻറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് പോലെ പാർട്ടികൾക്ക് കൊടുത്തതായിട്ട് കണ്ട് എഴുതി തള്ളിയിട്ടില്ല.
കാരണം എന്താ? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻകം ടാക്സ് ആക്ടിന്റെ 80GGB പ്രകാരം വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്ത ഡൊണേഷനായിട്ട് കണക്കാക്കുന്നില്ല. ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്ത ഡൊണേഷനായി കണക്കാക്കുന്നില്ലെങ്കിൽ ഈ രാഷ്ട്രീയ നേതാക്കൾ CMRL നിന്ന് വാങ്ങിയ പണത്തെ എന്തായിട്ട് കണക്കാക്കേണ്ടി വരും? ഇല്ലീഗൽ പേയ്മെന്റ് ആയിട്ട് കണക്കാക്കേണ്ടി വരും എന്നുള്ളതാണ്. അത് ബ്രൈബായിട്ട് കണക്കാക്കേണ്ടി വരും എന്നുള്ളതാണ് സെറ്റിൽമെന്റ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ ഇല്ലീഗൽ പേയ്മെന്റ് ആയിട്ട് 40 കോടി രൂപ വിവിധ രാഷ്ട്രീയ നേതാക്കൾക്ക് വളരെ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് കൊടുക്കുകയും 95 കോടി രൂപ കഴിഞ്ഞ 10 വർഷങ്ങളിലായിട്ട് കൊടുക്കുകയും ചെയ്തൊരു കേസ് നമ്മുടെ മുന്നിലുണ്ട്. ഇതടക്കമാണ് 182 കോടി രൂപയുടെ കേസ് ED പരിശോധിക്കുന്നത്. അതിൽ വീണ തൈക്കണ്ടിയുടെ ഭാഗം എത്രയാണ് വരുന്നത്? 2,82,00,000 രൂപ, ക്ഷമിക്കണം, 2,72,00,000 രൂപയാണ് വീണ തൈക്കണ്ടിയുടെ കേസ്. അപ്പം 182 കോടി രൂപയുടെ കേസ് അന്വേഷിക്കുന്നു. 2,78,00,000 രൂപ വീണ തൈക്കണ്ടി ഒരു ഇല്ലീഗൽ പേയ്മെന്റ് എന്ന നിലയിൽ സർവീസ് കൊടുക്കാതെ പണം ഒരു AMC ഒപ്പിട്ട് CMRL നിന്ന് പൈസ വാങ്ങിയതായിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് മുന്നിൽ തെളിവ് കാണിച്ച് അതിനുള്ള GST അടച്ച് ഇൻകം ടാക്സ് അടച്ച് AMC കരാറും ഒപ്പുവെച്ച് പണം വാങ്ങിയിരിക്കുന്നു. അപ്പോൾ അവിടെ അവശേഷിക്കുന്ന ചോദ്യം എന്താ? അത് കള്ളപ്പണമാണോ? നിങ്ങൾ ടാക്സ് അടച്ച് GST അടച്ച് AMC വെച്ച് 2,78,00,000 രൂപ, അതിൽ 50 ലക്ഷം രൂപ ലോണായിട്ടും ബാക്കി പൈസയായിട്ടും വാങ്ങിയിരിക്കുന്നു. എനിക്ക് സംശയമുണ്ട്, വീണ എന്ത് സർവീസാണ് കൊടുത്തതെന്നറിയാൻ എനിക്കൊരു സംശയമുണ്ട്. അതൊരു പൊളിറ്റിക്കൽ ധാർമ്മികതയുടെ പ്രശ്നമാണ്. പക്ഷേ അത് കള്ളപ്പണത്തിന് വിഷയമാവുന്നത് എങ്ങനെയാ? കാരണം അവിടെ നിങ്ങൾക്ക് ടാക്സ് അടച്ചാൽ, നിങ്ങൾ GST കൊടുത്താൽ, നിങ്ങൾ AMC രേഖാമൂലം കൊടുത്താൽ, ഇതൊന്നും കൊടുക്കാത്തവരെ നിങ്ങൾ എന്തായിട്ട് കണക്കാക്കുന്നു? ഇതൊന്നും കൊടുക്കാത്തവരെ ED അനങ്ങുന്നില്ല. ഇതെല്ലാം ടാക്സ് മുഖാന്തരം രേഖാമുഖാന്തരം കൊടുത്ത ആളുടെ അടുത്തേക്ക് 2,78,00,000 പേരിൽ 12 ഇടങ്ങളിൽ റെയ്ഡ് നടക്കുന്നു. ഇതിനെ നാടകമെന്നല്ലാതെ മറ്റെന്താ വിശേഷിപ്പിക്കുക? അപ്പോൾ നിങ്ങളുടെ മുന്നിൽ തെളിവുകൾ സഹിതം ഒരു കക്ഷി വന്ന് പറയാണ്, ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ട്, പൈസ കൊടുത്തിട്ടുണ്ട് എന്ന് CMRL പറയുന്നു. രേഖകൾ എവിടെയുണ്ട്? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലുണ്ട്, GSTയിലുണ്ട് എന്ന് പറയുന്നു. ഇനി GSTയിലെയോ IT-യിലെയോ പണം കൊടുത്തു പോയില്ലെങ്കിൽ പിഴ അടച്ചു പോകാവുന്ന കേസാണ്. ഈ കേസിൽ എന്താ SFIO ചാർജ് ചെയ്തിരിക്കുന്നത്? സെക്ഷൻ 447 എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിലവിൽ കമ്പനീസ് ആക്ട് പ്രകാരം സെക്ഷൻ 447 പ്രകാരമുള്ളൊരു കേസേ വീണ തൈക്കണ്ടിക്കുള്ളൂ. അതിൽ ഇല്ലീഗൽ പേയ്മെന്റ്, കൊടുക്കാത്ത സർവീസിൽ പ്രതിഫലം പറ്റി എന്നുള്ളത് മാത്രമാണ് കേസ്. കള്ളപ്പണത്തിന്റെ കേസ് അവിടെ ഇല്ല. അവിടെയാണ് PMLA ഉപയോഗിച്ചുകൊണ്ട് വീണ തൈക്കണ്ടിയിലേക്ക് മാത്രം ഫോക്കസ് ഉണ്ടാവുന്നതും ഞാൻ നേരത്തെ സൂചിപ്പിച്ച 130 കോടി രൂപ അമ്പലങ്ങൾക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക്, നേതാക്കൾക്ക്, മാധ്യമ സ്ഥാപനങ്ങൾക്ക് കൊടുത്ത പണമുണ്ട് എന്നുള്ള കണ്ടെത്തൽ വളരെ ശ്രദ്ധേയമാകുന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ഈ പറയുന്ന നേതാക്കളിലേക്ക് ED വന്നു കയറുമ്പോൾ എന്താണ് പറയാനുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമോ? കാര്യം അത് രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുത്തതാണെങ്കിൽ 80GGB പ്രകാരം അത് ക്ലെയിം ചെയ്തിരിക്കണം. ക്ലെയിം ചെയ്തിട്ടില്ല. ക്യാഷ് ആയിട്ടാണ് ട്രാൻസാക്ഷൻ. അങ്ങനെ കൊടുക്കാൻ പാടുണ്ടോ? പാടില്ല. അപ്പോൾ ഒരു ഭാഗത്ത് ക്യാഷ് ആയിട്ട് ഇല്ലീഗലായിട്ട് ആ നിമിഷം തന്നെ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിരിക്കുന്ന നേതാക്കൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു, മറുഭാഗത്ത് ടാക്സ് അടച്ച് GST വഴി പണം കൈപ്പറ്റിയ മറ്റൊരു വ്യക്തി നിൽക്കുന്നു. ഇവിടേക്ക് അന്വേഷണ ഏജൻസി പോകുന്നു. ഇതിനെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റുക? എനിക്ക് സംശയമുണ്ട്. നിങ്ങളെപ്പോലെ എന്താണ് വീണ വിജയൻ ചെയ്തു കൊടുത്ത സേവനം എന്നറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്. അത് വീണ വിജയൻ പറയേണ്ട വിഷയമാണ്. പക്ഷേ ഞാൻ അതിനേക്കാൾ എനിക്ക് ആകാംക്ഷയുള്ള വിഷയം ഈ 40 കോടി രൂപ വിവിധ രാഷ്ട്രീയ നേതാക്കൾ, വിവിധ മാധ്യമ സ്ഥാപനങ്ങൾ, വിവിധ അമ്പലങ്ങൾ, വിവിധ ആരാധനാലയങ്ങൾ, പള്ളികൾ ഇവയൊക്കെ വാങ്ങിയത് എന്തിൻ്റെ പേരിലാണ്? എന്ത് ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് CMRL എന്ന കമ്പനിയുമായി? ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നേരത്തെ ചർച്ചയുടെ ഭാഗമായിട്ട് പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞതാണ്, കോഴ എന്നൊരു വാക്ക് ഉപയോഗിച്ചു. കോഴയുടെ കേസ് നിൽക്കത്തില്ല കേട്ടോ. ഹൈക്കോടതി വളരെ വ്യക്തമായി 2 പ്രധാനപ്പെട്ട ആരോപണങ്ങളും തള്ളിക്കളഞ്ഞു. ഒന്ന്, CMRL KMML എന്ന കമ്പനിയും IREL എന്ന കമ്പനിയും കൺസെഷണൽ റേറ്റിൽ മിനറൽസ് കൊടുക്കുന്നു എന്നതായിരുന്നു വാദം. അത് ഹൈക്കോടതി തള്ളി. കാര്യം അത് കൺസെഷണൽ റേറ്റിൽ കൊടുത്തു എന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, നോംസ് അനുസരിച്ചാണ് കൊടുത്തിരിക്കുന്നത് എന്ന് ഹൈക്കോടതിയിൽ തെളിഞ്ഞു. രണ്ടാമത്തേത്, KMMLന് ലാൻഡ് സീലിംഗിന്റെ എക്സംഷൻ കൊടുക്കണമെന്നുള്ള വാദത്തെ സർക്കാർ നിരാകരിച്ചു. അതായത് CMRLന് പിണറായി വിജയന്റെ 10 വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ അനുകൂലമായ ഒരു ഫയൽ നീക്കം പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഹൈക്കോടതിയിൽ തെളിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് മാത്യു കുഴൽനാടന് ആ കേസ് എടുത്തുകൊണ്ട് പോകേണ്ടി വന്നത്. ഇതാണ് വസ്തുത. ഈ വസ്തുത നിലവിലിരിക്കെയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് അടക്കം 7 മണിക്കൂറോളം ഈ പറയുന്ന വീട്ടുതടങ്കലിൽ എന്ന മട്ടിൽ EDയുടെ ചോദ്യമുനയിൽ, മകളുടെ ചോദ്യമുനയിൽ ഇരിക്കുമ്പോൾ വീട്ടിൽ ഇരിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടായത്. ശക്തമായ പ്രതിഷേധങ്ങളുണ്ടായി. പ്രതിഷേധങ്ങളെ ഞാൻ സ്വാഗതം ചെയ്തു. പക്ഷേ അത് ഈ പറയുന്ന ഉദ്യോഗസ്ഥരുടെ നേരെ മെക്കിട്ട് കയറിയോ അവരുടെ ശരീരത്തെയോ ആരോഗ്യത്തെയോ ബാധിക്കുന്ന തരത്തിലോ ആകരുത് എന്ന അഭിപ്രായം തന്നെയാണ് എനിക്ക്. ശാന്തമായ പ്രതിരോധമാവണം. പക്ഷേ ഇത് വൈകാരികമായി പോകുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇടത് സർക്കാർ ഇവിടെ പരാജയപ്പെട്ടു പോയിട്ടുണ്ടാവാം. പക്ഷേ ഇടതുപക്ഷ സമൂഹം ഈ കേരളത്തിൽ ഇപ്പോഴും ബാക്കിയുണ്ട്. Meet the editors.